ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ചേഞ്ച് വരുത്താന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, നമ്മുടെ ലാസ്റ്റ് വീഡിയോയില്, അതായത് കുറച്ചായിട്ട് നമുക്ക് കമന്റ്സുകളൊക്കെ വളരെ അധികം കുറവാണ് കിട്ടണത്. അപ്പൊ ലാസ്റ്റ് വീഡിയോയിലാണെങ്കിൽ ആകെ 30-35 കമന്റ്സ് ഒക്കെ തന്നെ നമ്മുടെ ആ ഒരു വീഡിയോക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ കൂടിയും ഈ ഒരു നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലും നമ്മളെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണവർക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അപ്പൊ കമന്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ആ കമന്റ് പിക്കറിൽ സൂപ്പർ അടിപൊളി അങ്ങനെ ചെറിയ ചെറിയ സെന്റൻസ് മാത്രം പിക്ക് ചെയ്ത് കിട്ടണുള്ളൂ. അപ്പൊ ആകെ 30-35 കമന്റ് ഉള്ളു. അപ്പൊ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് അതിൽ നമുക്ക് താല്പര്യമുള്ള കമന്റിന്റെ ഒരു വിന്നറെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്ലാനാണ്. അതെ, നമ്മൾ ഇന്നൊരു സർപ്രൈസ് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോണാണ് ഈ ഒരു ചെറിയ കമന്റ് സെക്ഷനിൽ. അതായത് നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയും നമ്മളെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കേട്ടാ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കമന്റ് നോക്കിയിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്ത് എടുക്കണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കമന്റ് പിക്കർ വെച്ചിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ആരം കൊണ്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കണ ആരം കൊണ്ടിട്ട് ഞാൻ എന്റെ വീട്ടുകാരൊന്നല്ല കേട്ടോ സെലക്ട് ചെയ്യണത്. മൊത്തത്തിൽ അങ്ങനത്തെ ഒരു വർത്താനമൊക്കെ ഉണ്ട്. ഇതുവരെ ഗിവ് അവേ പോയതൊക്കെ എന്റെ വീട്ടുകാരിക്കാന്നുള്ള കമന്റ്, അങ്ങനത്തെ ഒരു വർത്താനം എന്റെ വീട്ടുകാരിൽ തന്നെ വന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ടിട്ട് ഞാൻ പറയാനാണ്, നമ്മുടെ വീട്ടുകാർക്ക് ഒഴിച്ചിട്ട് ബാക്കി ഉള്ളവർക്ക് തന്നെയാണ് നമ്മൾ ഗിവ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കാനുള്ള ഇപ്പൊ തന്നെ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് പറയട്ടെ. @സിന്ധു കുഞ്ഞുമോൻ 6999 കേട്ടാ. പ്രത്യേകം നോട്ട് ചെയ്തു. @സിന്ധു കുഞ്ഞുമോൻ 6999. ഇത്ര നല്ല ഐറ്റം എവിടെന്ന, സൂപ്പർ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കട്ടെ. അപ്പൊ കറക്റ്റ് നോക്കിയോ, @സിന്ധു കുഞ്ഞുമോൻ 6999 കേട്ടാ. അപ്പൊ ഈ ഒരു കമന്റിന്റെ ആളെയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആള് എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ ആളുടെ സൈസ് അനുസരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, അതായത് നമ്മുടെ ഇവിടുത്തെ ഔട്ട്ഫിറ്റ് ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തൂല. കാരണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ആ ഒരു മൂഡൊക്കെ അനുസരിച്ചിട്ടൊക്കെ നമ്മൾ കമന്റ് ഇതേമാതിരി കമന്റ് പിക്കർ അല്ലാണ്ട് സെപ്പറേറ്റ് ഇങ്ങനെ വിന്നറെ തിരഞ്ഞെടുക്കണായിക്കോട്ടെ. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കേണ്ട, കമന്റ് ചെയ്യാണ്ടിരിക്കേണ്ട, ഇതേപോലത്തെ ഒരു സർപ്രൈസ് വിന്നർ അടുത്ത നിങ്ങളാവാട്ടെ. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കാനുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ, നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കുക, അതിന്റെ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പൊ ഓർഡർ ചെയ്യുന്ന നേരത്ത് ഞാൻ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ, നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണിക്കണ ഐറ്റം, ഒരുവിധം ഐറ്റംസ് ഒക്കെ നമ്മൾ 50% ഓഫിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ആ ഒരു പാകിസ്ഥാനി മിറർ വർക്ക് ഷോളിലുള്ള പാറ്റേൺ ആണ്. അപ്പൊ ഇതിന്റെ ബാക്കിലെ സൈസ് XXL എന്ന് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റ് ആണ്, വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച് തന്നെയാണ്. പിന്നെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 46-47 ഇഞ്ചൊക്കെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ നോക്കിയൊക്കെ വേണ്ട, റൗണ്ട് നെക്കിൽ അതിൽ യോക്കിൽ സ്റ്റോൺ വർക്കും ഫ്രണ്ടിൽ കംപ്ലീറ്റ് അക്കോബ വർക്കാണ് ഫുള്ള് ഫില്ലായിട്ട് പോയിട്ടുള്ളൂ കേട്ടോ. പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ഏറ്റവും എൻ്റെലേക്ക് വരാൻ നേരത്തെ ഒരു ഫാൻസി ബോർഡറാണ് വന്നിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ് ആ ഒരു ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു ജോർജറ്റ് മെറ്റീരിയലിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണ്. പിന്നെ എൻ്റെ പാൻറ് വരാൻ നേരത്തെ ആ ഒരു സെയിം ജോർജറ്റ് ഫാബ്രിക്കിലാണ്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. എൻ്റെലേക്ക് ഒരു ബോർഡറും കൂടി പോയിട്ടുണ്ട്. കണ്ടാ, ഇലാസ്റ്റിക് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ആകെ രണ്ട് കളറും മാത്രം ഷോളിൽ വന്നുള്ളൂ. ബാലൻസ് ഉള്ളൊക്കെ നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞ്, ബാലൻസ് നമുക്ക് റിപ്പീറ്റ് വന്നതിൽ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ കേട്ടോ. അപ്പൊ ഷോളിന്റെ ഫാബ്രിക് ആണെങ്കിൽ ഏകദേശം ഒരു ഷിനോൺ സിൽക്കിന്റെ ഒക്കെ ഒരു ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ചെറിയൊരു ഷൈനിങ് ആയിട്ട് നിൽക്കും, നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. പിന്നെ ഓൾ ഓവർ വീതിയൊക്കെ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള, അപ്പൊ ഷോളിന്റെ സൈസ് തന്നെ നോക്കി വേണ്ട, നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ്. എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യട്ടോ. ബാലൻസ് ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ആവശ്യമുള്ളവർക്ക് എടുക്കാന്നുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ വെറും 12.95 ഉള്ളൂ കേട്ടോ. അപ്പൊ ആകെ രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന ഈ ടോപ്പ് ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം നേരത്തെ ഫസ്റ്റിൽ കാണിച്ച പോലെ തന്നെ സെയിം തന്നെയാണ്. അതിൽ ഷോള് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. രണ്ട് കളേഴ്സ് ഉള്ളൂ. ഫസ്റ്റ് കാണിച്ച കളറ് ബ്ലാക്ക് ആണ്,
പിന്നെ രണ്ടാമത് കാണിച്ചിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോൾ ഇതിന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അടുത്ത ഐറ്റം ആണെങ്കിൽ നോക്കി നോക്കിയേ, ഇത് 3 പീസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ചന്തേരി സിൽക്കിൽ പെട്ടിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് ഷൈനിങ് കീപ്പ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. പിന്നെ സൈസ് ആണെങ്കിൽ XXL ഉണ്ട്. പിന്നെ ലെങ്ത് ഏകദേശം ഒരു 45 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ 3XL എന്നൊക്കെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് XXL ഉള്ളൂ കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട നല്ല ഭംഗിയുള്ള ഒരു വീനെക്ക് കട്ടാണ് പോയിട്ടുള്ളത്. അതിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ളൊരു വർക്ക് തുടങ്ങിയിട്ട് അപ് ടു ഡൗൺ ചെറിയ ചെറിയ ഫ്ലോറൽ ടൈപ്പ് ഉള്ള ഒരു വർക്കാണ് പോയിട്ടുള്ളത്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിൽ എൻഡിലേക്ക് ആ ഒരു ബോർഡറൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുള്ളത്. ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല ഹൈലൈറ്റ് വീതിയുള്ള ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കണ്ടിന്യൂറ്റിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേൺ തന്നെ വന്നിട്ടുള്ളതും. പിന്നെ പാൻസ് ആണെങ്കിൽ കോട്ടൺ സിൽക്കിലാണ്. അതിൽ അത്യാവശ്യം നല്ല എഡുള്ള പാൻസ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്തും തന്നെയുണ്ട്. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കി വേണ്ട 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും കൂടി വന്നിട്ടുള്ള നല്ല വീതികളായിട്ടുള്ള ഷോൾ തന്നെ പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ, നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ട് ചെയ്തെടുക്കാറുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ആ ടോപ്പിൽ കണ്ട സെയിം വർക്ക് തന്നെയാണ് ഷോളിലും കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുള്ളത്. ഇതിനീളായിട്ടുള്ള ഷോളിൻ്റെ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അത്യാവശ്യം എന്നല്ല, നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റണ ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. കാണിച്ച ഐറ്റം വെറും 995 ഉള്ളൂ കേട്ടോ. 995-ന് നല്ലൊരു മെറ്റീരിയലിൽ നല്ലൊരു വർക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അതിനൊപ്പം തന്നെ നല്ല കളർ ചാർട്ടും കൂടിയിട്ടാണ് സെറ്റിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കേട്ടോ അപ്പോൾ ചെറിയ വിലക്ക് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പുറത്ത്, അതായത് ഇങ്ങനെ ഡെസ്കിൽ വെച്ചല്ല കാണിച്ചിട്ടുള്ളത്, പുറത്ത് നിന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ട അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണ എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം കൂടിയിട്ട് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഡെസ്കിൽ വെച്ച് കാണിക്കുന്നതാണോ അല്ലെങ്കിൽ പുറമേ നിന്ന് കാണിക്കുന്നതാണോ താല്പര്യമുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പ്രസൻറ്റേഷൻ തന്നെ അവർക്ക് കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് മനസ്സിലാവുന്നുണ്ട്. രണ്ടിനും ഓക്കെയാണ്. ചിലവർ പറഞ്ഞ ഡെസ്കിൽ മതി, ചിലവർ പറഞ്ഞത് പുറമെ നിന്ന് കാണിച്ചു. അപ്പോൾ ലെങ്ത്തൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാവേണ്ടത്. പല അഭിപ്രായങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണോട്ടെ വേണ്ട. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതായിട്ടൊന്ന് നോക്കി നോക്കിയേ, ഇതും നല്ലൊരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പാറ്റേൺ തന്നെയാണ്. അതിൽ വർക്ക് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് മാത്രം വന്നിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ XL ഉണ്ട്, XXL ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഷെറാറ ടൈപ്പ് എന്ന് പറയില്ല, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ബൂട്ട് കട്ട് പാൻസ് എന്ന് പറയും ഇതിന്. അതായത് ലൂസ് ടൈപ്പ് ആയിട്ടുള്ള പലാസോനേക്കാളും നല്ല വീതിയായിട്ടുള്ള ബൂട്ട് കട്ട് പാൻറ് എന്നാണ് അതിനെ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ വന്നിട്ട് ഏകദേശം ഒരു ജോർജറ്റ് ആണെന്ന് വെച്ചാൽ ജോർജറ്റ് അല്ല, ഏകദേശം ആ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെയാണ്. ഒരു 35 ഇഞ്ച് ആയിരിക്കട്ടെ ലെങ്ത് തന്നെ. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ്. അതിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്കും ഓൾ ഓവർ കവർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റും ആ ഒരു സ്റ്റിച്ചഡ് ആയിട്ടുള്ള ലൈനിങ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വേറെ വർക്ക് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് നേരത്തെ ഞാൻ പറഞ്ഞു ബൂട്ട് കട്ട് പാൻസ് എന്നാണോ ഇതിന് പറയാറുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാനൽ കട്ട് ലെവലിൽ ബൂട്ട് കട്ട് ലെവലിലുള്ള പാൻസ് ആണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ്. കംപ്ലീറ്റ് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ കേട്ടോ. അപ്പൊ ഒരു ഇടത്തരം മണ്ണുള്ള ടീനേജ് പ്രായക്കാർക്കും എല്ലാത്തവർക്കും ആ ഒരു സൈസ് നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് സൂട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പൊ കളേഴ്സും നല്ല നല്ല കളേഴ്സ് ആയിട്ട് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റിൽ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് ഇങ്ങനെ വന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഷെറാറ ടച്ചും ഇങ്ങനത്തെ ബൂട്ട് കട്ട് പാൻസ് ഒക്കെ വരാൻ നേരത്തും ഈ ഒരു ലെങ്ത്തിലാണ് വരാറുള്ളത്. അപ്പൊ നമ്മുടെ റേറ്റ് എന്ന് വെച്ചാൽ വെറും 995 ഉള്ളൂ കേട്ടോ. നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ ഒരു 1395 അല്ലെങ്കിൽ 1400 ആ റേഞ്ചിലൊക്കെ നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓഫർ പ്രൈസ് റേഞ്ചിലും കൂടി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇൻട്രോയിൽ ഒരു വിന്നറിനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു സർപ്രൈസ് വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ്
നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമ്മൾ ഈ വീഡിയോസിൽ നല്ല നല്ല ഓഫറിൽ പ്രൊഡക്ട്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഇന്ന് കാണിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല അടുത്ത വീഡിയോസിൽ കാണിക്കണ. എല്ലാ വീഡിയോസിലാണെങ്കിലും അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ ഒരുവിധം എല്ലാവർക്കും സൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സഡ് കളക്ഷൻസിലാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒപ്പം സെയിലാവുകയും ചെയ്യും, അവർക്ക് നല്ലൊരു പ്രൈസിന് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യട്ടെ വേണ്ട. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യട്ടെ നമ്മുടെ വീഡിയോസ് വേണ്ട. അപ്പോൾ ഇതൊക്കെ, അതായത് ഇത്രയും നല്ല പ്രൊഡക്റ്റുകളൊക്കെ വെറും 995-നാണ് നമ്മൾ സെയിൽ ഔട്ട് ചെയ്യണത്. അപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്, നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു പ്രൈസ് റേഞ്ചിൽ കൂടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് തരുന്നത്. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം നോക്കി നോക്കിയേ, അടുത്ത നല്ല പ്യുവർ കോട്ടൺ സെറ്റ് ആണ്. സൈസ് എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3-4 പ്രിന്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ് ചാർട്ടിലാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്, വിത്ത് ലൈനിങ്ങും സെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നോർമലി കോട്ടൺ സെറ്റിൽ ലൈനിങ് ഉണ്ടാവാറില്ല. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഏകദേശം ഒരു 44 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്ക് ആണ്. അതിൽ കംപ്ലീറ്റ് ആ ഒരു പ്രിന്റാണ്, കമ്പ്യൂട്ടർ പ്രിന്റാണ് പോയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റ് തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ എന്തോ ത്രെഡിൽ എന്തോ ഒരു സംഭവം ഇതിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട, സ്ലീവൊക്കെ വേറെ എക്സ്ട്രാ പ്രിന്റിലാണ്. ഒരു പാകിസ്ഥാനി പ്രിന്റ് പോലെയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് പ്രൊഡക്റ്റ്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ലൈനിങ് പ്രത്യേകം പറയാം, ഇത് നല്ല പ്യുവർ കോട്ടണിലെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത്, ബനിയൻ ക്ലോത്തിലല്ല കേട്ടോ. പിന്നെ ബാക്കിലാണെങ്കിലും ഈ ഒരു പ്രിന്റിലാണ്, അതായത് ഫ്രണ്ടിൽ കണ്ട ഓൾമോസ്റ്റ് ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് അതും നല്ല സോഫ്റ്റ് കോട്ടണിലാണ്, അതിനോട് മാച്ച് ആയിട്ടുള്ള പ്രിന്റ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ എക്സലിന് പറഞ്ഞെങ്കിലും ഡബിൾ എക്സലിന്റെ ഒരു വലിപ്പമൊക്കെ പാൻസിന് കാണുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻറ് തന്നെയാണ്. പിന്നെ ഷോൾ ആണെങ്കിൽ സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം. നല്ല യൂസ് ചെയ്യാൻ സുഖമായിരിക്കും. പിന്നെ പ്രത്യേകം പറയാം, ഒരുവിധം കോട്ടൺ സെറ്റിലൊക്കെ ഇങ്ങനത്തെ ഷോൾ തന്നെ ആയിരിക്കും കേട്ടോ. അതായത് സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ഷോൾ തന്നെ ആയിരിക്കും സെറ്റിൽ വരുന്നത്. അതാണെങ്കിൽ ടോപ്പിന്റെയും പാന്റിന്റെയും പ്രിന്റ് കൂടി മിക്സ് ആയിട്ടുള്ള ഷോളിലായിരിക്കും ആ ഒരു പ്രിന്റ് വന്നത് കേട്ടോ. ആവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ, മിക്സഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ള, സൈസ് എക്സൽ ആണ്. പ്രൈസ് ആണെങ്കിൽ വെറും 855 ഉള്ളൂ കേട്ടോ. അപ്പൊ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത്. 855-ന് നല്ലൊരു പ്രൈസിലും കൂടിയിട്ടാണ് കോട്ടൺ സെറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോട്ടൺ സെറ്റ് എന്ന് തന്നെ പറയട്ടെ. അപ്പൊ പ്രിന്റ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആയിട്ട് തന്നെ തോന്നിക്കൊണ്ടിട്ട് എടുക്കുന്ന ഐറ്റം തന്നെ. അപ്പൊ ഈ ഒരു സെയിം ബ്രാൻഡ് നമ്മൾ ഒരുപാട് പ്രിന്റുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്, മോശം അഭിപ്രായമുണ്ട്, ഇല്ല എന്നല്ല പറയണത്. അപ്പൊ എല്ലാ പ്രൊഡക്റ്റിനും നമ്മൾ എല്ലാവരും അടിപൊളിയാണ്, എല്ലാം നല്ല ഓക്കെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊക്കെ നമ്മൾ ട്രേഡേഴ്സിൻ്റെ എടുക്കണ, അതായത് നിങ്ങൾ നോർമലി ഷോപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്തെടുക്കൂല, അതായത് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് എടുക്കൂല. അതേപോലെ തന്നെയാണ് നമ്മളും ആ ഒരു ഇതേപോലത്തെ മാർക്കറ്റിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മാക്സിമം കാണാൻ കൗതുകമുള്ളതും പെട്ടെന്ന് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പ്രിന്റും ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടില്ലേ, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്ത് മാത്രമേ എൻ്റെ ഷോപ്പിൽ കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ അതാരം കൊണ്ടിട്ട് കാണുന്ന നിങ്ങൾക്കും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് തോന്നും. പിന്നെ ചെറിയൊരു പ്രൈസിലും കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേണ്ട, ഇതും കോട്ടൺ സെറ്റ് തന്നെയാണ്. വേറെ ഡിഫറെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിച്ച് കാണിക്കുക, സൈസ് എക്സൽ തന്നെയാണ് വന്നിട്ടുള്ളത്. യോക്കിൽ ഇങ്ങനെ ചെറിയൊരു ഹാൻഡ് വർക്ക് ഒക്കെ കൂടിയായിട്ട് പോയിട്ടുണ്ട്. പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ്. ബോർഡർ ഒന്നും ഈ ഒരു സെറ്റിൽ വന്നില്ല കേട്ടോ. ലൈനിങ്ങും ഈ ഒരു പോർഷൻ തന്നെ, അത് നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്കിലും ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ പാന്റ് ആണെങ്കിലും അതിനോട് മാച്ച് ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. നല്ല കോട്ടണിൽ തന്നെയാണ് കേട്ടോ. കോട്ടന്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും അടിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോർമലി കാറ്റലോഗ് ഐറ്റം കൊണ്ടുതന്നേക്കാളും നല്ലൊരു റിവ്യൂ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണെങ്കിലും ആ റേറ്റ് വന്നിട്ടുള്ളത് 855 തന്നെ ഉള്ളൂ. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ 2 ടൈപ്പ് പ്രിന്റ് കാണിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ.
അപ്പോൾ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യാം. പാൻസും ഷോൾ ഇതിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നാല് കളേഴ്സ് പ്രൊഡക്റ്റിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് ഓവർ സ്റ്റോക്ക്ഡ് അല്ല, ലിമിറ്റഡ് സ്റ്റോക്കാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കോട്ടെ. കാരണം വളരെ ചെറിയൊരു പ്രൈസ് റേഞ്ചിലാണ് പ്രൊഡക്റ്റുകൾ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യണത്. അപ്പം അതിനനുസരിച്ചുള്ള എൻക്വയറി ഉണ്ടാവും, അതിനനുസരിച്ചുള്ള തിരക്കുണ്ടാവും. ചില സമയത്ത് കസ്റ്റമേഴ്സിന് നമുക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് കംപ്ലയിൻസ്. അതൊക്കെ ഈ ഒരു തിരക്കിൻ്റെ ഭാഗമായത് കൊണ്ടിട്ടാണ്. അല്ലാതെ ആയിരിക്കും മനഃപൂർവ്വം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കസ്റ്റമറെ നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള വേണ്ട. സൈസ് എക്സൽ ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 44 ഇഞ്ച് 45 ഇഞ്ച് അടുത്തൊക്കെ ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത് റേഞ്ചും മെഷർമെൻ്റ് ഒക്കെ കീപ്പ് ചെയ്തിട്ടൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾ ഷോള് അപ്പോൾ ഈ കാണിച്ച പ്രിന്റിലും കളേഴ്സിലേക്കാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഒരു ഇമ്പോർട്ടഡ് ലോങ് ടോപ്പാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മോഡൽ കാണുമ്പോഴത്തേന് ഏകദേശം മനസ്സിലാവും. ഇന്നറൊക്കെ കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇതിനൊരു ബെൽറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബാക്കിൽ ടൈറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ ലൂസ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ബാക്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ഹോൾഡിംഗ് ടൈപ്പ് ബട്ടനൊക്കെ വന്നിട്ട് സ്ട്രെച്ചബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്ത് ബെൽറ്റ് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ടോപ്പാണെങ്കിൽ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിൻ്റെ സൈസ് എക്സൽ ഉണ്ട്, ലെങ്ത് ഒരു 52 ഇഞ്ചാണ്. അപ്പോൾ ഏകദേശം എനിക്ക് വെക്കാൻ നേരത്ത് ഫുൾ ലെങ്ത് അല്ല, അതിന് തൊട്ട് താഴെയായിട്ട് നിൽക്കും. പിന്നെ സ്ലീവ് ഒക്കെ വരാൻ നേരത്ത് നോക്കിയൊക്കെയാണ്ട ഇങ്ങനെ ഒരു ഹാഫ് സ്ലീവിൽ ഇന്നറും കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല, എലൈൻ കട്ട് ലെവലിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം നല്ല കളേഴ്സ് നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ക ഇമ്പോർട്ടഡ് ലെവലിലുള്ള ടച്ചിലുള്ള ടോപ്പ് തന്നെ പറയട്ടെ. അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 955 ഉള്ളൂ കേട്ടോ. നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടായിട്ടേക്കണത്. 955 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ 2 സൈഡ് പോക്കറ്റും കൂടി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ മറന്നുപോയി നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ടൊക്കെ ഷേപ്പ് ചെയ്തിട്ടാൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. കളർ ചോയ്സും നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു സെറ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 6-7 കളേഴ്സ് സെറ്റിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഷേപ്പ് ആയിട്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച കൊണ്ട് മാത്രമാണ്. അപ്പം നല്ല കറക്റ്റ് ഫിറ്റിങ്ങിലേക്ക് ഇട്ടാൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ടോപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം ചെറിയൊരു വിലക്ക് നിങ്ങൾക്ക് നല്ല പക്ക ഒരു ഇമ്പോർട്ടഡ് കൊറിയൻ ലോങ് ടോപ്പിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് വേണ്ട. അപ്പോൾ ഓവർ ടൈറ്റ് ആയോന്നൊരു സംശയമുണ്ട് വേണ്ട. ബാക്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഷേപ്പിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇട്ടാൽ തന്നെ ഓൾ ഓവർ നല്ല ക്യൂട്ട് ലോങ് ടോപ്പ് ലുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ. നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കോ കേട്ടോ. അപ്പം എല്ലാത്തിനും ഇന്നർ ബ്ലാക്ക് ആണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം കോമൺ ആയിട്ട് എല്ലാ കളേഴ്സിനും സ്യൂട്ട് ആവുന്ന കളർ തന്നെയാണ് ബ്ലാക്ക്. അത് കാരണം കൊണ്ടിട്ട് കളർ കോമ്പിനേഷനും സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സലാരിക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യുക. ചെറിയൊരു പ്രൈസ് തന്നെയുള്ളൂ, പെട്ടെന്ന് ബുക്ക് ചെയ്തു കേട്ടോ. ഈ 3 കളേഴ്സ് മാത്രം നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ബൾക്കായിട്ട് എടുത്തു പോയിട്ടുള്ള ഐറ്റം തന്നെ കേട്ടോ. കാരണം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റ് തന്നെ പറയാം. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. മെറ്റീരിയൽ നല്ല ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയൽ എന്ന് പറയട്ടെ. അതായത് ലോക്കൽ കിട്ടുന്ന ടൈപ്പ് റയോൺ എന്നല്ല, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ നല്ല ലൈഫ് കിട്ടുന്ന മെറ്റീരിയലും കൂടിയിട്ടാണ്. പിന്നെ സൈസ് XXL ഉണ്ട്, ലെങ്ത് ഒരു 55 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ XXL മാത്രമല്ല XL ആയിരിക്കും കൂടി സ്യൂട്ട് ചെയ്യാൻ പറ്റണ സൈസ് തന്നെയാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്ക് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഫുൾ ലെങ്ത് സ്ലീവ് തന്നെയാണ്. എൻ്റെലേക്ക് ഇലാസ്റ്റിക് തന്നെയുണ്ട്. പിന്നെ കട്ടിങ് ആണെങ്കിൽ നമ്മൾ നോർമലി ഗൗൺ പോലെ തന്നെ ഇങ്ങനെ ഒരു ഈ ഒരു പോർഷനിൽ കട്ടിങ് ഉണ്ട്, എൻഡ് പോർഷനിൽ ഒരു കട്ടിങ് വന്നിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടമാണ്. ബാക്കിലേക്ക് ആ ഒരു സെയിം കട്ടിങ് കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വന്നിട്ടുള്ളത് 795 ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ 795 നല്ല ഗൗണാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ
പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, റയോൺ ആയതുകൊണ്ടിട്ട്. റയോൺ ലോക്കൽ റയോൺ ഒന്നല്ല, നല്ല കേജ് കൂടിയിട്ടുള്ള റയോൺ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഉണ്ട് പ്രൊഡക്റ്റിന്. അപ്പൊ ലോക്കൽ റയോൺ ആണെങ്കിൽ മാത്രമാണ് അത്രയും നല്ലൊരു പൂർ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടണത്. ഇതൊക്കെ നല്ല പ്രീമിയം ലെവല് റയോണിൽ പെട്ട തന്നെയാണ്. പക്ഷെ എന്നാലും പ്രൈസ് ആണെങ്കിൽ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റ് എന്ന് പറയാ. നരച്ച കളറല്ല, നല്ല ഡെപ്ത് ഉള്ള ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ടീനേജിനൊക്കെ പറ്റിയ പക്ക ഒരു മോഡസ്റ്റ് വെയർ ടച്ചിലാണ് ഒരു ടോണിക് സ്റ്റോപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ടെക്സ്ചറൊക്കെ ആ ഒരു ടെക്സ്ചർ പ്രിന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയോ, നല്ല നല്ല കളർ ചാർട്ടിലാണ് സെറ്റ് വന്നിട്ടുള്ളത്. പിന്നർ ആ ഒരു കളറിന് മാച്ച് ആയിട്ടുള്ള അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സൈസ് ആണെങ്കിൽ ലാർജ് ആണ്. ലെങ്ത് ഏകദേശം വന്നിട്ടുള്ളത് ഒരു 35 ഇഞ്ചും ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല, ഒരു ലൈൻ കട്ട് ടച്ചിൽ തന്നെയാണ്. ഇങ്ങനാണെങ്കിൽ കോളർ നെക്ക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു ബോർഡർ വൈറ്റ് തന്നെയാണ് പോയിട്ടുള്ളത്. ആ ഒരു ടെക്സ്ചർ നേരത്തെ കാണിച്ചതില്ല, നല്ല അടിപൊളി പ്രീമിയം മെറ്റീരിയൽ എന്ന് തന്നെ പറയാം. ബാക്കിലേക്ക് കട്ടിങ് ലെവൽ ഈ ഒരു ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോറി, ലാർജ് അല്ല, എക്സൽ ഉണ്ട് കേട്ടോ സൈസ്. പിന്നെ ലെങ്ത് ഒരു 35 ഇഞ്ചാണ്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ 695 ഉള്ളൂ കേട്ടോ. 695 നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റിൽ വന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ. ഇതൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ട്യൂണിക് സ്റ്റോപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ. ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു നീ ലെങ്ത് ടോപ്പാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത്തും വന്നുണ്ട്. ഒരു 35 ഇഞ്ച് ലെങ്ത് എന്നൊക്കെ പറയാൻ നേരത്ത് അത്യാവശ്യം മോശമാക്കൂല ലെങ്ത്തിൽ. ഞാനും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, എനിക്കും ഈ ഒരു ലെങ്ത് വന്നെന്ന് പറയുമ്പോഴത്തേനും ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള വേരിയേഷൻ ആ ഒരു ടോപ്പിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. മൊത്തത്തിൽ 5 കളേഴ്സാണ് സെറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ.